മല്ലു സിംഗ് അല്ലാതെ മലയാളത്തിൽ മറ്റൊരു ഹിറ്റില്ല. അഭിനയത്തിന്റെ കാര്യം പറഞ്ഞാൽ ഒരു ആംഗ്രി യങ് മാൻ ആറ്റിറ്റ്യൂഡ്. എന്നാൽ കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ ഉണ്ണി മുകുന്ദൻ കണ്ടുപിടിച്ച എളുപ്പമാർഗം എന്താണ്? ഹിന്ദുത്വ രാഷ്ട്രീയവും അതിൻ്റെ അണികളും. ഇവരെയൊക്കെ സുഖിപ്പിക്കുക എന്നത്. പതുക്കെ പതുക്കെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മലയാള സിനിമയുടെ മുഖമായി ഉണ്ണി മുകുന്ദൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഉണ്ണി മുകുന്ദന്റെ വിരോധികൾ പരത്തുന്ന ചില സംഗതികൾ. മാളികപ്പുറം ഒരു ബിലോ ആവറേജ് സീരിയൽ ലെവൽ പടമായിരുന്നിട്ട് കൂടി ഹിറ്റാവാൻ കാരണം ഭക്തി എന്ന ലൈനിൽ മാർക്കറ്റ് ചെയ്തതുകൊണ്ടായിരുന്നു. അടുത്തത് ജയഗണേഷാണ്. ഒരു തീവ്രവാദ ആശയത്തെ കൂട്ടുപിടിച്ച് പടം ഹിറ്റാക്കുന്നതിലും കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നതിലും നല്ലത് കട്ടപ്പാരയും എടുത്ത് കക്കാൻ പോകുന്നതാണ്. ഇങ്ങനെ തനിക്കെതിരെ വിമർശനങ്ങൾ വരുമ്പോൾ ഒരു ചോരയും നീരുമുള്ള ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഉണ്ണി മുകുന്ദൻ വെറുതെ ഇരിക്കാൻ പാടില്ല. അതിന് അദ്ദേഹം മറുപടിയും പറഞ്ഞു. മാളികപ്പുറം ഒരു അജണ്ടയുള്ള സിനിമയാണ് എന്ന് കരുതുന്നവർക്ക് ജയ് ഗണേഷ് കാണാതിരിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ ഒരു പോസ്റ്റിൽ എന്നെ ചിത്രീകരിച്ചതുപോലെ മാളികപ്പുറം തിയേറ്ററിൽ പോയി കണ്ട എല്ലാവരെയും നിങ്ങൾ വർഗീയവാദികളാക്കിയിരിക്കുകയാണ്. മേപ്പടിയാനും മാളികപ്പുറത്തിനും വിമർശനങ്ങളുടെ പെരുമഴയാണ് ലഭിച്ചത്. പലരും ഒരുപാട് കുപ്രചരണങ്ങൾ നടത്തി. അതെന്തിനാണെന്ന് ഇപ്പോഴും ഉണ്ണി മുകുന്ദന് മനസ്സിലായിട്ടില്ല. ഞാൻ പ്രൊപ്പഗണ്ട പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു പ്രധാന ആരോപണം എന്ന് ഉണ്ണി മുകുന്ദൻ പറയുന്നു. ഹിന്ദുത്വ ഭീകരൻ എന്നൊക്കെയുള്ള കടുത്ത വാക്കുകൾ പോലും ഉണ്ണി മുകുന്ദനെതിരെ പ്രയോഗിച്ചു. അത് ഉണ്ണി മുകുന്ദനെ വല്ലാതെ വേദനിപ്പിച്ച സംഭവങ്ങളാണ്. മേപ്പടിയാൻ എന്ന ചിത്രം പലരെയും അലോസരപ്പെടുത്തി. അതിൽ സേവാഭാരതിയുടെ ആംബുലൻസ് ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട കാരണം. വലിയ താരങ്ങൾ അഭിനയിച്ച പല ചിത്രങ്ങളിലും SDP അടക്കമുള്ള സംഘടനകളെ കാണിച്ചിട്ടുണ്ട്. അതിലൊന്നും ആർക്കും ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. അപ്പോൾ ഇക്കൂട്ടരെ എന്തൊക്കെയാണ് ചൊടിപ്പിക്കുന്നത് എന്ന് ആലോചിച്ച് താൻ തന്നെ അത്ഭുതം കൂറിയിട്ടുണ്ട് എന്ന് ഉണ്ണി മുകുന്ദൻ പറയുന്നു. വളരെ നന്നായി ചെയ്യാൻ സാധിച്ച ഒരു ചിത്രമാണ് മേപ്പടിയാൻ. സംവിധായകൻ വിഷ്ണു മോഹൻ അതിന് ദേശീയ പുരസ്കാരവും ലഭിച്ചു. ഒരു സാധാരണക്കാരന്റെ അശ്രാന്ത പരിശ്രമങ്ങളെ വരച്ചു കാട്ടുന്ന അതിമനോഹരമായ ഒരു തിരക്കഥയായിരുന്നു മേപ്പടിയാന്റേത്. യാതൊരു തരത്തിലുമുള്ള വയലൻസ് ഇല്ലാത്ത വൈകാരികമായി ഒരു മനുഷ്യനോടൊപ്പം സാധാരണക്കാരോടൊപ്പം സഞ്ചരിക്കുന്ന ചിത്രം. ക്രൈം പ്ലോട്ട് ഇല്ലാതെ തന്നെ മുൾമുനയിൽ നിർത്താൻ കഴിഞ്ഞ അപൂർവം ചിത്രങ്ങളിൽ ഒന്നാണ് മേപ്പടിയാൻ. ചിത്രത്തെ അഭിനന്ദിക്കുന്ന റിവ്യൂസ് ഒന്നും തന്നെ താൻ കണ്ടിരുന്നില്ല എന്ന് ഉണ്ണി മുകുന്ദൻ പറയുന്നു. സിനിമ നിർമ്മിക്കാൻ പല രാഷ്ട്രീയ സംഘടനകളിൽ നിന്നും ഉണ്ണി മുകുന്ദൻ പണം കൈപ്പറ്റി എന്നായിരുന്നു പലരും പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ ഉണ്ണി മുകുന്ദന്റെ വീട് പണയം വെച്ച് ചിത്രീകരിച്ച സിനിമയാണ് മേപ്പടിയാൻ എന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നു. ഒരുപക്ഷെ മേപ്പടിയാൻ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ താൻ എന്നേക്കുമായി കേരളം വിടേണ്ടി വന്നേനെ എന്നും അദ്ദേഹം ഓർക്കുന്നു. സാധാരണ ജനങ്ങളിൽ നിന്നും നല്ല റിവ്യൂസ് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ആ ചിത്രം അതിജീവിച്ചത്. മേപ്പടിയാൻ ഇറങ്ങിയതിനു ശേഷം ഇൻഡസ്ട്രിയിൽ വളരെ പ്രശസ്തനായ ഒരു വ്യക്തി തന്നെ വിളിച്ചുവെന്നും ഒരു മുസ്ലിമിനെ തുപ്പുന്ന സീനിൽ എന്തിനാണ് അഭിനയിച്ചത് എന്ന് ചോദിച്ചെന്നും ഉണ്ണി മുകുന്ദൻ പറയുന്നു. അങ്ങനെ ഒരു സീൻ മേപ്പടിയാനിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. മേപ്പടിയാൻ പുറത്തിറങ്ങി 3 മണിക്കൂറിന് ശേഷം ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനോട് ചായ്വുള്ള ഒരു യൂട്യൂബ് ചാനലിൽ നിന്നൊരു റിവ്യൂ പോസ്റ്റ് ചെയ്തിരുന്നു. ആ യൂട്യൂബർ അയാളുടെ അനുമാനങ്ങൾ മാത്രം വെച്ചായിരുന്നു ആ വീഡിയോ പങ്കുവച്ചത്. ഏകദേശം 3 ലക്ഷത്തോളം പേർ ആ വീഡിയോ കണ്ടു. മേപ്പടിയാൻ എന്ന സിനിമ സംഘപരിവാർ പ്രൊപ്പഗണ്ടയാണ് എന്ന് കാണിച്ചില്ലാതാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്റെ സിനിമയിൽ വില്ലനായി എത്തിയ കഥാപാത്രം മുസ്ലിം ആണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ന്യൂനപക്ഷത്തിനെതിരാണ് എന്ന് അനുമാനിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഉണ്ണി മുകുന്ദൻ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഭക്തിപ്പടം എന്ന ടാഗ് കൊടുത്ത് മാളികപ്പുറം എന്ന ചിത്രത്തെയും ആക്രമിക്കാൻ അവർ ശ്രമിച്ചു. സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം ചിലർ എന്നെ അയ്യപ്പനായി കാണുന്നു എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് എന്ന ഒരു ഇന്റർവ്യൂവിൽ യാദൃച്ഛികമായി ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരുന്നു. ആ വാക്കുകളെ വളച്ചൊടിച്ചു. അതിനുശേഷം ഉണ്ണി മുകുന്ദൻ ഒരു കറുത്ത ഷർട്ട് ഇടാൻ പാടില്ല, മുടി നീട്ടി വളർത്താൻ പാടില്ല, താടി വളർത്താൻ പാടില്ല, ഇതൊക്കെ കണ്ടാൽ അസ്വസ്ഥരാകുന്ന ആളുകൾ ഇപ്പോഴും കൂടെയുണ്ട് എന്ന് ഉണ്ണി മുകുന്ദൻ പറയുന്നു. നിരപരാധികളായ കുട്ടികളെ ഉപയോഗിച്ച് പ്രൊപ്പഗണ്ട പ്രചരിപ്പിക്കുകയാണ് എന്ന് പോലും ആരോപണം വന്നു. അതെല്ലാം ഉണ്ണി മുകുന്ദനെ വേദനിപ്പിച്ചതാണ്. എന്താണ് മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ പ്രശ്നമെന്ന് ഉണ്ണി മുകുന്ദൻ ചോദിക്കുന്നു. ഏതൊരു കുടുംബ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ചിത്രമല്ലേ അത് എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. എന്തായാലും ഉണ്ണി മുകുന്ദന്റെ അടുത്ത ചിത്രം വരാനിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ, ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ, ആരോപണങ്ങൾ അതൊക്കെ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷെ യഥാർത്ഥമായി ആത്മാർത്ഥമായി ഒരു പണി ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, വളരെ സ്ട്രൈറ്റ് ഫോർവേഡായി ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഉണ്ണി മുകുന്ദനെ ഒരിക്കലും അടിച്ചു താഴ്ത്താൻ ഒരു ശക്തിക്കും, ഒരു സാമൂഹ്യ വിരുദ്ധ ശക്തിക്കും സാധിക്കുകയില്ല എന്നതിൻ്റെ കൂടെയുള്ള തെളിവുകളാണ് അദ്ദേഹം അഭിനയിക്കുന്ന ചിത്രങ്ങളുടെ വല്ലാത്ത ഭയങ്കരമായ വിജയം എന്ന് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.